ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ബറാത്ത് ദിവസമാണ് കേട്ടോ. ബറാത്ത് ദിവസം വീട്ടിൽ നമുക്ക് മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പായസമാണ്. അപ്പോൾ സേമിയ പായസമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാൽ നമുക്ക് ഫസ്റ്റ് തിളപ്പിച്ചെടുക്കണം. അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മളെ പാലൊക്കെ ഇതവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പായസത്തേക്ക് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമുക്ക് ഇന്ന് വറുത്ത് കോരിയെടുക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊക്കെ ചെയ്യുന്നത് നെയ്യിലാണ് കേട്ടോ. അപ്പോൾ സേമിയ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ സേമിയ ഇതവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് യൗവരിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഇതിനൊന്നും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ രണ്ടും നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് രണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ രണ്ടും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച പാൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതിങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പായസം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. നമുക്ക് ഇനി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ പായസത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് കൂടും കേട്ടോ. ഒരു സ്പൂൺ നെയ്യ് നമ്മൾ റെഡിയാവുന്ന സമയത്ത് ആഡ് ചെയ്താൽ നമുക്ക് നല്ല ടേസ്റ്റിൽ പായസം കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഏലക്ക കേട്ടോ. അപ്പോൾ ഏലക്ക അല്ലാതെ എന്ത് പായസമല്ലേ. അപ്പോൾ നമുക്ക് ഏലക്ക ഒന്ന് ചതച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ അതും ആഡ് ചെയ്തിട്ടോ. ഇനി നമ്മൾ മധുരം ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം മധുരം ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് എത്ര ആവശ്യം അത്ര മധുരം ആഡ് ചെയ്യാം. അപ്പോൾ പായസത്തിലേക്ക് വേണ്ട എല്ലാ ചേരുവകളും നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി സേമിയ പാൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാൻ കാരണം എനിക്ക് പായസം കുടിക്കാൻ ഒരു ആഗ്രഹം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പായസം ഇന്ന് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങളെന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പായസം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വീടുകളിൽ കൂടി കൊടുക്കും കേട്ടോ. തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അവരിങ്ങോട്ടും തരാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങളവിടെ എന്തുണ്ടാക്കിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇങ്ങോട്ട് മധുരം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് തറവാട്ടിൽ നിന്ന് വന്ന ചക്കരച്ചോറാണ്. പിന്നെ ഇത് സെലീന്താത്ത തന്ന ചക്കരച്ചോറാണ്. പിന്നെ ഇത് മിനി കൊടുന്ന പൂവടയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.